മനോഹരമായ നല്ല രാത്രിക്കായി സ്തോത്രം. ഈ രാത്രിയിൽ അവിടുത്തെ പൊന്നുമുഖത്തേക്ക് ഞങ്ങളുടെ കണ്ണുകൾ ഉയർത്തി അപ്പച്ചൻ്റെ പാദവിടത്തിൽ കടന്നു വരുന്നു. ഇതുവരെ ഞങ്ങൾ അങ്ങയെ ആരാധിച്ചു കൊണ്ടിരുന്നു. ഗാനങ്ങളിലൂടെ, സ്തോത്രയാഗങ്ങളിലൂടെ, അന്യഭാഷയിലൂടെ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപ ചെയ്തു. തുടർന്നുള്ള നിമിഷങ്ങൾ അത് തൃക്കാൽക്കലിരുന്ന തിരുവെഴുത്തുകളെ പ്രാപിക്കേണ്ടവന് അങ്ങയുടെ പാദവിടത്തിന് ചുറ്റും ഞങ്ങൾ അടുത്തു വരുന്നു. അവിടെ നിന്ന് ഞങ്ങളോടിടപെടണമേ. തിരുവെഴുത്തുകളെ ഗ്രഹിക്കേണ്ടത് ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കണമേ. കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പൊഴിയും. ദൈവവചന ശുശ്രൂഷ നിർവഹിക്കേണ്ടതിന് എളിയവനും ക്രൂശിൻ്റെ മറവിൽ മറയുന്നു. അവിടുത്തെ കൃപയിൽ നിർത്തേണം. പുത്രൻ്റെ നാമത്തെ അവിടുന്ന് മഹത്വപ്പെടുത്തണം. യേശു മൂലം പ്രാർത്ഥിക്കുന്നത് ദയതോന്നി കേൾക്കണം നല്ല പിതാവേ, ആമേൻ. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ആത്മാർത്ഥതയുടെ നല്ല ഹല്ലേലൂയ കർത്താവിന് സന്നിധിയിൽ അർപ്പിച്ചാട്ടെ. മനസ്സോടെ ശാപ മരത്തിൽ തൂങ്ങിയ മനുവേല ദൈവ ജാത, മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേല ദൈവ ജാത, നിനക്കീ വേദന വരുത്തി വച്ചതാം നീജൻ ഞാനയ്യോ, നിനക്കീ വേദന വരുത്തി വച്ചതാം നീജൻ ഞാനയ്യോ. നന്ദി കെട്ട ഈ നരരെ നരക അഗ്നിയിൽ നിന്നും നേടാൻ, നന്ദി കെട്ട ഈ നരരെ നരക അഗ്നിയിൽ നിന്നും നേടാൻ. മന്നവാതിരു പൊൻകുരുതിയാൽ ചിന്തി നിന്നല്ലോ, മന്നവാതിരു പൊൻകുരുതി നീ ചിന്തി നിന്നല്ലോ. മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേല ദൈവ ജാത, മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേല ദൈവ ജാത, നിനക്കീ വേദന വരുത്തി വെച്ചതാം നീജൻ ഞാനയ്യോ, നിനക്കീ വേദന വരുത്തി വെച്ചതാം നീജൻ ഞാനയ്യോ. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവപാദപീഠത്തിലായിരിക്കാം. വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ പുതിയ നിയമഭാഗത്ത് ഇപ്രകാരം ഒരു വാക്യം നമുക്ക് കാണാൻ കഴിയുന്നു. യഹൂദന് എന്ത് പറഞ്ഞോ? വിശേഷത. ചോദ്യമാ, യഹൂദന എന്താണ് വിശേഷത? മറുപടി ധന്യനായ പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നു: പറയുവാൻ ഒത്തിരിയുണ്ട്. യഹൂദന്റെ വിശേഷത പറയാൻ
ധാരാളം കാര്യമുണ്ട്. എന്നാൽ അതിൽ ഒന്നാമത് പറയുന്നത് യഹോവയുടെ അരുളപ്പാടുകൾ അവൻ്റെ പക്കലല്ലോ. പ്രൈസ് ദി ലോർഡ്. യഹൂദന് ഒത്തിരി വിശേഷതയുണ്ടെങ്കിലും ആ സവിശേഷതകളെ എല്ലാം നിരത്തി 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 നിർത്തിയാൽ അതിലൊന്നാമത് നിൽക്കുന്നത് ദൈവവചനം അവൻ്റെ പക്കലല്ലോ നൽകിയത്. പ്രൈസ് ദി ലോർഡ്. അവന് ഭൂമി കിട്ടി, അവന് ലോകജാതികളിൽ യഹൂദനൊഴികെയുള്ള ജാതികൾ ആരും കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും കണ്ടവനാ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും കണ്ടവനാ. 30-ൽ പരം യുദ്ധങ്ങളിൽ കനാനിലെത്തുന്നതിന് മുൻപ് ജയം പ്രാപിച്ചവനാ. 7 ജാതീക ശക്തികളുടെ നടുവിൽ ജയം പ്രാപിച്ചവരാ. ഭൂമിയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന, ഭൂമിയുടെ മധ്യഭാഗത്ത് നിൽക്കുന്ന ഒരു സ്ഥലം അവകാശമായി പ്രാപിച്ചവനാ. എന്നാൽ ഇതൊന്നുമല്ല അവന് ലഭിച്ച വിശേഷതയിൽ ഒന്നാമത് നിൽക്കുന്നത് യഹോവയുടെ വചനം അവനിൽ അത്രേ നൽകിയിരിക്കുന്നതാ. ഇവിടെ ലഭിക്കുന്ന ഭൗതിക നന്മകളല്ല നമ്മുടെ പ്രത്യേകത, നമ്മുടെ മാന്യത. ഉറാബ ശാന്തൽഖന. ഇവിടെ ലഭിച്ച സ്ഥാനമാനങ്ങളൊന്നുമല്ല ഒരു ദൈവ പൈതലിന്റെ മാന്യത, ഒരു ദൈവ പൈതലിന്റെ ആനന്ദത്തിന്റെ കാരണം. ഇവിടെ ലഭിച്ച നേടിയെടുത്ത ഭൗതിക ആമേൻ നേട്ടങ്ങളൊന്നുമല്ല. പിന്നെ നമ്മുടെ വിശേഷത എന്താ എന്ന് ചോദിച്ചാൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാൻ കഴിയണം, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം പ്രാപിപ്പാൻ ലഭിച്ച കൃപയാണ് എൻ്റെ ജീവിതത്തിലെ ഭാഗ്യത എന്ന് നാം തിരിച്ചറിയണം. അത്രയും കേട്ടപ്പോൾ നിങ്ങളുടെ ആവേശത്തോടുള്ള സ്തോത്രം കേട്ടപ്പോൾ മനസ്സിലായി വചനത്തിലുള്ള നിങ്ങളുടെ സന്തോഷം എത്രമാത്രമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് കൈമാറാൻ പോകുന്ന ദൂത് ദൈവവചനം എന്ന വിഷയം സംബന്ധിച്ച വചനവും നാമും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം എന്ന ഒരു ചെറിയ ചിന്ത കൈമാറി പ്രാർത്ഥിക്കുവാനാണ് കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത്. ആവർത്തന പുസ്തകം 33-ാം അധ്യായം അവരുടെ നേതാവായിരിക്കുന്ന മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിച്ചു കൊണ്ടുവന്ന അവർ കൺകണ്ട ദൈവമെന്ന് ഒരർത്ഥത്തിൽ പറയുന്ന ആ മോശ ഇവരെ അനുഗ്രഹിച്ച അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ആവർത്തനം 33-ാം അധ്യായം 12 ഗോത്രങ്ങളുടെയും പേർ ചൊല്ലി, ഓരോ ഗോത്രങ്ങളുടെയും പേർ ചൊല്ലി ഇവിടെ മോശ ഇവരെ അനുഗ്രഹിക്കുന്നതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഈ ജനത്തെ യഹോവയുടെ നാമത്തിൽ മോശ അവരെ അനുഗ്രഹിക്കുന്നതിന് മുൻപ് യഹോവ ആരെന്ന് അവിടെ വെളിപ്പെടുത്തി. നാം ആരെന്ന് വെളിപ്പെടുത്തുന്നു. യഹോവയുടെ കരത്തിന്റെ പ്രത്യേകത വെളിപ്പെടുത്തുന്നു. അതാണ് അതിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിച്ചത്. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കാം.
അതേ, അവൻ ജനത്തെ സ്നേഹിക്കുന്നു. അടുത്തതാ, അവനാൽ സ്നേഹിക്കപ്പെട്ട സകല വിശുദ്ധന്മാരും അവന്റെ കൈ കീഴിൽ കൈകളിലിരിക്കുന്നു. അടുത്തതാ, അവനാൽ സ്നേഹിക്കപ്പെട്ടതും അവന്റെ കൈകളിൽ വഹിക്കപ്പെടുന്നതുമായ ഈ ജനം തൃക്കാൽക്കലിരുന്ന അവന്റെ തിരുവെഴുത്തുകളെ പ്രാപിക്കുന്നു. അങ്ങനെ ഒരു ഭാഗ്യം ദൈവം ഇന്ന് രാത്രിയും നമുക്ക് നൽകുന്നത് കൊണ്ട് കരമൊന്ന് ഉയർത്തിപ്പിടിച്ച മഹാരാജാവിന് സ്തോത്രം ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ്, അതേ, അവൻ ജനത്തെ സ്നേഹിക്കുന്നു. അവൻ ജനത്തെ സ്നേഹിക്കുന്നു. രണ്ട്, ആ ജനം അവന്റെ കൈകളിൽ ഇരിക്കുകയാ. ദൈവം താൻ സ്നേഹിക്കുന്നവനെ തൻ്റെ കൈകളിൽ വഹിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആവർത്തന പുസ്തകത്തിൽ മോശ പറയുന്നു, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ജനം അവന്റെ കൈകളിൽ വഹിക്കപ്പെടുകയാണ്. ആമേ. മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നു, അവൻ കഴുകൻ തൻ്റെ ചിറകിൽ തൻ്റെ കുഞ്ഞുങ്ങളെ വഹിക്കുന്നത് പോലെ, ചിറകി വിടർത്തി വഹിക്കുന്നത് പോലെ അവൻ തൻ്റെ ജനത്തെ ചിറകിന്മേൽ വഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ. സങ്കീർത്തന ഭാഷയിൽ പറഞ്ഞാൽ തൻ്റെ തൂവല് കൊണ്ട് അവൻ നമ്മെ എന്ത് ചെയ്യുന്നു? മറയ്ക്കുന്നു. അവൻ നമ്മെ ഒളിപ്പിക്കുന്നു. ഇന്ന് രാത്രി ഈ തിരുവെഴുത്തുകളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാ. ദൈവം താൻ സ്നേഹിക്കുന്ന തൻ്റെ ജനത്തെ അവന്റെ കൈകളിൽ വഹിക്കുന്നു. ദൈവം താൻ സ്നേഹിക്കുന്ന ജനത്തെ തൻ്റെ ചിറകിന്മേൽ വഹിക്കുന്നു. ദൈവം താൻ സ്നേഹിക്കുന്ന തൻ്റെ ജനത്തെ തൻ്റെ തൂവല് കൊണ്ട് മറയ്ക്കുന്നു. കഴിഞ്ഞ പകൽ മുഴുവനും ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ഞാനും നിങ്ങളും അവന്റെ കൈകളിൽ ഇരിക്കുകയായിരുന്നു. അവന്റെ ചിറകിൽ വഹിക്കപ്പെടുകയായിരുന്നു. അവന്റെ ചിറക് കൊണ്ട് അവൻ നമ്മെ മറയ്ക്കുകയായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിരുന്ന് ദൈവത്തെ ആരാധിപ്പാൻ കൃപ ലഭിക്കുന്നതോർത്ത് ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കർത്തൃദാസൻ ആരാധന ലീഡ് ചെയ്ത ദൈവദാസൻ പാടിയ പാട്ട്, പാതാള വേദനകൾ എന്ത് ചെയ്തെന്ന അതിൻ്റെ മുൻപിലൊരു വരിയുണ്ട്, മരണത്തിൻ പാതാള വേദനകൾ വിടുവിച്ചു. നമ്മൾ മിടുക്കന്മാരായതുകൊണ്ടല്ല ഇവിടെ ഈ രാത്രി ഇരിക്കുന്നത്. നമ്മളെ തന്നെ ഇന്നലെ കഴിഞ്ഞ പകൽ സൂക്ഷിച്ചത് കൊണ്ടല്ല, നാം ശ്രദ്ധിച്ച് യാത്ര ചെയ്തത് കൊണ്ടൊന്നുമല്ല, അശ്രദ്ധയോടെ യാത്ര ചെയ്തവരൊന്നും അല്ല എല്ലാവരും ഈ ലോകത്തിൽ അനർത്ഥത്തിൽ മരണപ്പെട്ടത്. ദൈവം ഇതിലെ ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ദൈവത്തിൻ്റെ കൈകളിൽ കഴിഞ്ഞ പകൽ മുഴുവനുമായിരുന്നു. ഓ ഗ്ലോറി. നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും, പ്രാണനെ മരണത്തിൽ നിന്ന് വിടിവിപ്പാൻ നാം അവൻ്റെ കൈകളിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്, ഇവർ ദൈവത്താൽ എന്ത് ചെയ്തു? സ്നേഹിക്കപ്പെട്ടു. അതേ, അവൻ ജനത്തെ സ്നേഹിക്കുന്നു. ഇവിടെ ഇസ്രായേൽ എന്നൊരു ഏക ജാതിയെ സ്നേഹിച്ച കാര്യമായി പറഞ്ഞത്. അതുകൊണ്ടാണ് ആ വാക്യം അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് വായിച്ച്, 3-ാം വാക്യം. അതേ, അവൻ ജനത്തെ സ്നേഹിക്കുന്നു.
ജനത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ലോകത്തിലുള്ള എല്ലാവരെയും സ്നേഹിച്ച കാര്യമല്ല ഈ പറഞ്ഞ വേദഭാഗം. ആണോ? പറഞ്ഞേ അല്ല. മോശ ഈ കാര്യം പ്രസ്താവിക്കുമ്പോൾ വിശേഷാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയുണ്ട്, അവരെ കുറിച്ചായി പറയുന്നത്. അവൻ ജനത്തെ സ്നേഹിക്കുന്നു. ഏത് ജനത്തെ? ഇസ്രായേൽ എന്ന പേർ വിളിക്കപ്പെടുന്ന ഈ ജനത്തെയാണ് യഹോവ സ്നേഹിച്ചത്. ഈ ജനത്തെ ദൈവം സ്നേഹിച്ചിട്ട് ദൈവം അവർക്ക് കൊടുത്ത ചില പദവികളുണ്ട്. ഈ ജനത്തെ ദൈവം സ്നേഹിച്ചിട്ട് ദൈവം അവർക്ക് കൊടുത്ത ചില പ്രത്യേകതകളുണ്ട്. ഒന്ന് വായിക്കാം. 14-ാം അധ്യായം, ആവർത്തനം 14-ാം അധ്യായം 1-ാം വാക്യം. യെസ്, ഈ ജനത്തെ നോക്കി, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ജനത്തെ നോക്കി മോശ ഇവിടെ പറയുകയാ, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മക്കൾ. അപ്പോൾ ഈ ജനത്തിന്, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ഈ ഏകജാതിയായ ഇസ്രായേൽ എന്ന ജനത്തിന് ദൈവം കൊടുത്തൊരു പദവിയാണ് ദൈവത്തിൻ്റെ മക്കൾ. അടുത്തത് ഇവർക്ക് കൊടുത്ത മറ്റൊരു പദവി, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 5-6 വാക്യങ്ങൾ. പുറപ്പാട് 19-ന്റെ 5-6 വാക്യങ്ങൾ. അടുത്തത് ദൈവം ഇവർക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേക അടുത്ത പദവി, ദൈവത്തിന് ഇവർ പ്രത്യേക സമ്പത്തായിരിക്കും. ഇവർ ദൈവത്തിന് പ്രത്യേക സമ്പത്തായി തിരഞ്ഞെടുത്തു. ഒന്ന്, ദൈവത്തിൻ്റെ മക്കളെന്ന പദവി. 2, ദൈവത്തിന് പ്രത്യേക സമ്പത്തായി ദൈവം തിരഞ്ഞെടുത്തു. 6-ാം വാക്യം. ഇവിടെ കാണുന്നു അടുത്ത ദൈവം അവർക്ക് കൊടുത്ത പദവി പുരോഹിത രാജത്വവും വിശുദ്ധ ജനവുമായിരുന്നു. അപ്പൊ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിന് ദൈവം കൊടുത്ത 3 പദവി ഞാൻ അതിനിങ്ങനെ ഓർഡറിൽ കൊണ്ടുവരാം. 1, ദൈവം മക്കളെന്ന പദവി. 2, രാജകീയ പുരോഹിത വർഗമെന്ന പദവി. 3, വിശുദ്ധ ജനം എന്ന പദവി. പ്രൈസ് ദി ലോർഡ്. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ഇസ്രായേലിന് ദൈവം കൊടുത്ത 3 പദവി. 1, ദൈവ മക്കൾ. 2, രാജകീയ പുരോഹിത വർഗം. 3, വിശുദ്ധ ജനം. പ്രൈസ് ദി ലോർഡ്. ഇവർ ദൈവത്തിന് വിശുദ്ധ ജനമായിരിക്കുമ്പോൾ നാം ആരായിരുന്നു? ഒരു വാക്യം വായിച്ച് നമുക്ക് ആ ഭാഗം വരാം. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. 1 പത്രോസ് 2:10. ഇവിടെ പറയുന്നു, മുൻപേ നാം ആരല്ലായിരുന്നു? സഹോദര, ഇസ്രായേൽ ജനം, ഇസ്രായേൽ ദൈവത്തിന് മക്കളും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ ജനവുമായിരിക്കുമ്പോൾ നമ്മൾ ആരല്ല? ആമേൻ. നിങ്ങൾ ജനമായിരുന്നോ? നമ്മള് ദൈവത്തിന്റെ ജനമെന്നറിയപ്പെടുന്ന ഒരു ജാതി മാത്രമേ ഭൂതലത്തിലുണ്ടായിരുന്നുള്ളൂ. ആരാ? ബാക്കി സകലരും ജാതികളായിരുന്നു. മുൻപ് നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ
അങ്ങനെ പറയുമ്പോ ഇതാണോ നമുക്ക് വരേണ്ട പവർ? മുൻപേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ സഹോദരിമാര് എനിക്കൊന്ന് വൈകിട്ട് ചായ ഒന്നും കുടിച്ചില്ലെന്ന് തോന്നുന്നു. ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ടാണെന്ന് തോന്നല്ലേ? ഉപവാസ പ്രാർത്ഥനയല്ലേ? ആണോ? യെസ്. കുറച്ച് ആരോഗ്യത്തോടെ ഉള്ളവരിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ആക്കം കത്തേണ്ടത് കേവലം സൂര്യന് കീഴെയുള്ള ഭൗതിക നന്മകൾ കിട്ടുമ്പോഴല്ല. ആണോ? അല്ല. സൂര്യന് മീതെയുള്ള നിത്യതയുടെ വചനത്തെ അകത്ത് കിട്ടുമ്പോഴാണ്. അതാണ് ഈ എമൗസിലേക്ക് പോയ ശിഷ്യന്മാരുമായി കർത്താവ് സംസാരിക്കുമ്പോൾ പിന്നത്തേതിൽ അവർ പറയുകയാണ്, അവൻ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഉള്ളം, അപ്പൊ വചനത്തിൻ്റെ മുൻപിൽ എന്ത് ചെയ്യണം? ഉള്ളം കത്തണം. ദൈവവചനം എന്ത് ചെയ്യണം? കത്തണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൂത് ശ്രദ്ധിക്കുക. എനിക്ക് നിങ്ങളെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന ഒരാളാണ്, ഒത്തിരി ബഹുമാനിക്കുന്ന ആളാണ്. ഇവിടെയുള്ള ദൈവമക്കളെയും ദൈവദാസന്മാരെയും കൂടെ എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ട്, എൻ്റെ ശുശ്രൂഷയെ സ്നേഹിക്കുന്നത് കൊണ്ട് കൂടെ നിങ്ങൾ എന്നെ വിളിക്കുകയും ശുശ്രൂഷയ്ക്ക് അവസരമൊക്കെ തരികയും ചെയ്യുന്നത് ഞാൻ ഓർത്ത് ദൈവത്തിന് ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഇന്ന് രാത്രി ശ്രദ്ധിക്കുക, മുൻപേ നിങ്ങൾ ജനം അല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. പ്രൈസ് ദി ലോർഡ്. മുൻപേ നിങ്ങൾ ജനമല്ലാത്തവരായിരുന്നെങ്കിൽ മുൻപ് എവിടെയായിരുന്നു നമ്മൾ? മുൻപ് നാം ജനമല്ലാതിരുന്നെങ്കിൽ നാം എവിടെയായിരുന്നു മുൻപ്? ഒന്ന് വായിക്കാം. എഫെസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചേ. 12-ാം വാക്യം നോക്കിക്കേ. മുൻപേ നിങ്ങൾ പ്രകൃതിയാൽ, അത് റെഫറൻസ് ഏതാ? 2:11 അല്ലേ? നോക്കിക്കേ. യെസ്. മതി ശ്രദ്ധിച്ചേ, പിന്നാലെ വരുന്നുണ്ട്, ആ ഭാഗം മറിക്കരുത്. നമ്മൾ ദൈവത്തിന്റെ ജനമാകുന്നതിന് മുൻപേ നമ്മൾ ആരായിരുന്നു? ജാതികൾ ആയിരുന്നു. നമ്പർ 1, നമ്മൾ മുൻപേ ആരായിരുന്നു? ജാതികളായിരുന്നു. നമ്പർ 2, അതിന്റെ 13-ാം വാക്യം. മുൻപേ നമ്മൾ എവിടെയായിരുന്നു? ദൂരസ്ഥരായിരുന്നു. 1, മുൻപേ നമ്മൾ ആരായിരുന്നു? ജാതികളായിരുന്നു. 2, മുൻപേ നമ്മൾ ആരായിരുന്നു? ദൂരസ്ഥരായിരുന്നു. 5-ാം അധ്യായം 8-ാം വാക്യം എഫെസ്യർ. മുൻപേ നിങ്ങൾ ഇരുളിലായിരുന്നു. സ്തോത്രം ചെയ്താട്ടാ. ജാതികളായിരുന്ന നമ്മെ, ദൂരസ്ഥരായിരുന്ന നമ്മെ, ഇരുട്ടിന്റെ അധീനതയിൽ കിടന്നിരുന്ന നമ്മെ സ്നേഹസ്വരൂപനായ പുത്രൻ, പുത്രന്റെ രാജ്യത്തിൽ നമ്മെ വിടിവിച്ചാക്കി വെച്ച ദൈവത്തിന് ജനമാക്കി തീർത്തതോർത്ത് ആ കരങ്ങളൊന്ന് അടിച്ചൽപ്പസമയം ദൈവത്തിന് ആരാധന അർപ്പിക്കാം. ഉടവനകടകദരകദന അത്തൽക്കടകദരകൽക്കരാതി. ജാതികളിൽ നിന്ന് ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങി ദൂരസ്ഥരായിരുന്ന നമ്മെ കൃപയോടവൻ അടുപ്പിച്ച്, ഇരുട്ടിലായിരുന്ന നമ്മെ അവന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് അവൻ നമ്മെ വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന് വിശുദ്ധ ജനമാക്കി തീർത്തതോർത്ത് ദൈവത്തെ പാടി സ്തുതിക്കാം. ധീമാ ബാബാ ധീനാധാര അന്തല വാചല വൈഡക രക്ഷകരാധക ധൂട
ഉടകര ചകരാദിയ. യേസ്, കൃപ. ഇപ്പോൾ ജാതികളിൽ നിന്ന് നമ്മെ വിളിച്ച് ദൂരസ്ഥരായിരുന്ന നമ്മെ ദൈവത്തോട് അടുപ്പിച്ച് ഇരുട്ടിൻ്റെ അധീനതയിൽ നമ്മെ വിടുവിച്ച, എന്നിട്ട് നമുക്ക് ദൈവം ഈ 3 പദവികൾ തന്നു. ദൈവം നമുക്ക് നൽകിയ 3 പദവി. ഒന്ന് യോഹന്നാൻ 3:1 എല്ലാവർക്കും അറിയാവുന്നല്ലോ, കാണാതെ അറിയുന്ന വാക്യം. പറഞ്ഞു, കാൺമീൻ, നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ. എത്ര വലിയ സ്നേഹം നൽകി. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന പദവിയാണ് ഏതാ? ദൈവ മക്കൾ. ദൈവമക്കൾ എന്ന് പറയുമ്പോൾ വലിയ സന്തോഷത്തോടല്ലേ പറയണ്ടേ? നമ്മൾ ആരാ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞേ? ദൈവത്തിൻ്റെ മക്കൾ. ഒരിക്കൽ നമ്മൾ ആരായിരുന്നു? സർപ്പത്തിൻ്റെ സന്തതികളായിരുന്നു, അല്ലേ? പരിവരുത്തൻ സ്വരം, ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പ്, തോൽ വാർ ധരിച്ച, ആമേൻ, കാട്ടുതേനും വെട്ടുക്കിളിയും ഭക്ഷിച്ചുകൊണ്ട്, ആമേൻ, പ്രസംഗിക്കുന്ന പ്രസംഗവേദി പട്ടണമല്ല, പൂങ്കാവനമല്ല, പിന്നെ മരുഭൂമി. പ്രാസംഗികൻ്റെ പേരെന്താ? സ്നാപക യോഹന്നാൻ. അടുത്ത് വന്ന ജനത്തെ വിളിച്ചത് അച്ചായ, കൊച്ചമ്മ എന്നല്ല, സർപ്പ സന്തതികളെ. ആമേൻ. പിശാചിൻ്റെ അധീനതയിൽ കിടന്ന നമ്മെ, സർപ്പസന്തതികളെന്ന് വിളിക്കപ്പെട്ടിരുന്ന നമ്മെ, നായ്ക്കുട്ടികളെന്ന് അപരനാമത്തിൽ വിളിക്കപ്പെട്ടിരുന്ന ജാതികളായ നമ്മെ ഇപ്പോൾ അവൻ വിളിച്ച് വേർതിരിച്ച് നമ്മെ ആരാക്കി വെച്ചിരിക്കുന്നു? ദൈവ മക്കൾ. എത്ര ശ്രേഷ്ഠമായ പദവി! ഇവിടെ വന്നിരിക്കുന്നത് ദൈവ മക്കളാ. ഓ, ദൈവത്തിൻ്റെ മക്കളാ, സർവശക്തനായ ദൈവത്തിൻ്റെ മക്കളാ. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്യാം. നമുക്കെല്ലാവർക്കും ഒരു മൂത്ത സഹോദരനുണ്ട്. പേരെന്താ? ഓ, യേശുവിൻ്റെ അനുജന്മാരും അനുജത്തിമാരുമാണ് ഇരിക്കുന്ന. എത്ര ശ്രേഷ്ഠമായ പദവിയാ അത്! അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. പദവി പലതുണ്ട്. അവൻ നമുക്ക് മൂത്ത സഹോദരൻ മാത്രമല്ല, അവൻ നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതനാണ്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും അടുത്ത സ്നേഹിതനാണ്. തീർന്നില്ല. ഇനി നാം അവന് മുമ്പിലായിരിക്കാൻ പോകുന്നത് അവൻ നമ്മെ വേളി കഴിപ്പാനിരിക്കുന്ന ആത്മാ മണവാളനാണ്. ദൈവമക്കളെ, അജാതികളായിരുന്ന നമ്മെ, ദൂരസ്ഥരായിരുന്ന നമ്മെ, ഇരുട്ടിന് അധീനതയിൽ കിടന്നിരുന്ന നമ്മെ വിടുവിച്ചവൻ നമുക്ക് നൽകിയ പദവികളെ ഓർത്ത് ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്യാം. ഇത്ര മഹത്വമുള്ള പദവിയെ ഈ പുഴുക്കൾക്കരുളാം. ഇത്ര മഹത്വമുള്ള പദവിയെ ഈ പുഴുക്കൾക്കരുളാൻ ഭാർത്രതയേതുമില്ല. നിന്റെ കൃപ എത്ര വിചിത്രമാഹോ. പാർത്രതയേതുമില്ല. നിന്റെ കൃപ എത്ര വിചിത്രമാഹോ. ഇത്ര മഹത്വമുള്ള പദവിയെ ഈ പുഴുക്കൾക്കരുളാൻ. ഇത്ര
മഹത്വമുള്ള പാദവിയെ ഇപ്പോഴു കൽക്കരുളാൻ പാത്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമഹോ പാത്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമഹോ വന്ദനം യേശു പരാ നിനക്കെന്നും വന്ദനം യേശു പരാ വന്ദനം യേശു പരാ നിനക്കെന്നും വന്ദനം യേശു പരാ വന്ദനം നാമത്തിനാദരവായി വന്ദനം പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവം തന്ന പദവികൾ ഭയങ്കരമാണ്. എവിടെ കിടന്നിരുന്ന നമുക്കാ? ജാതികളായിരുന്ന, ദൂരസ്ഥരായിരുന്ന, ഇരുട്ടിൽ കിടന്നിരുന്ന നമുക്കാണ് ഈ ശ്രേഷ്ഠ പദവികൾ ദൈവം തന്നിരിക്കുന്നത്. മക്കൾ എന്ന ശ്രേഷ്ഠ പദവി. കാൺമീൻ, നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഈ ഭൂമിയിൽ ആദ്യത്തെ ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെട്ടത് ഏകജാതിയ ആണോ? ഏകജാതി. അവരാരായിരുന്നു? യെസ്, ഇസ്രായേൽ. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടാൻ തിരഞ്ഞെടുത്തത് ഏകജാതിയല്ല. ജാതികളിൽ നിന്നും, ഗോത്രങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും നീ അവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇവിടുത്തെ പ്രത്യേകത ശ്രദ്ധിക്കണം. ഇസ്രായേൽ ജനത്തെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയെന്നാണ്. സ്തോത്രം, 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 സ്തോത്രം. ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തു. അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു, അല്ലേ? ദൈവനെ അനുഗ്രഹിച്ചു. അവൻ്റെ മകനെ അനുഗ്രഹിച്ചു, കൊച്ചുമകനെ അനുഗ്രഹിച്ചു. യോസേപ്പിനെ മിസ്രൈമിൽ അയച്ചു, അനുഗ്രഹിച്ചു. തൻ്റെ പിതാവിനെയും തൻ്റെ സഹോദരങ്ങളെയും, അങ്ങനെ എത്ര, 70 പേരാണോ? 70 പേരെ ഇസ്രായേലിന്, അതാ യാക്കോബിൻ്റെ മക്കൾ കുടുംബത്തിൽ 70 പേരെ എവിടെ കൊണ്ടുവന്നു? മിസ്രൈമിൽ കൊണ്ടുവന്നു. അവിടെ വെച്ചാണ് ദൈവം ഇവരെ ദൈവത്തിന് ജനമായി എന്ത് ചെയ്യുന്നേ? തിരഞ്ഞെടുക്കുന്നത്. എവിടെ വെച്ചാ? മിസ്രൈമിൽ വെച്ചാണ്. മിസ്രൈമിൽ വെച്ചാണ് ഇവരെ ദൈവത്തിന് ജനമായി വേർതിരിക്കുന്നത്, തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ എന്നെയും നിങ്ങളെയും ദൈവം ഭൗതിക അനുഗ്രഹം, നിങ്ങൾ ഇത് വളരെ ശ്രദ്ധിച്ചോളാം, ഭൗതിക അനുഗ്രഹങ്ങളെ തന്നിട്ടല്ല ദൈവം നമ്മെ എന്ത് ചെയ്തേ? തിരഞ്ഞെടുത്തത്. ആണോ? അല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ വിളിച്ച വേർതിരിക്കേണ്ടതിന് അവൻ വലിയ വില നമുക്ക് വേണ്ടി കൊടുത്തു. അവൻ കൊടുത്ത വിലയാണ് തൻ്റെ അവസാന തുള്ളി രക്തം. അങ്ങനെയാണല്ലോ വെളിപ്പാട് പുസ്തകത്തിൽ ആ വാക്യം ഒന്ന് വായിച്ച്, എനിക്ക് ആ വചനം എത്ര കേട്ടാലും എൻ്റെ കൊതി തീരത്തില്ല. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 5 മുതൽ ഒന്ന് വായിച്ചോ.
ഉം. ഉം. അടുത്തതാ അടുത്തതാ ആ ആ വീണു. അടുത്തത് അവര് പാടിയത് അടുത്തതാ നീ അറുക്കപ്പെട്ടു. ദൈവത്തിനായി നീ എന്ത് ചെയ്തു? വിലയ്ക്കു വാങ്ങി. കരമുയർത്തി സ്തോത്രം ചെയ്താട്ട്. 4 ജീവികൾ, 24 മൂപ്പന്മാർ, 1000 കോടി കോടി വിശുദ്ധന്മാർ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ, ഭൂമിയിലെ ജീവജര ജന്തുക്കൾ, സമുദ്രത്തിലെ മത്സ്യങ്ങൾ ഒരുപോലെ പാടി ആരാധിക്കുന്നു. കുഞ്ഞാട്, നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന്, ജാതികളിൽ നിന്നുള്ളവരെ നീ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുള്ള പ്രത്യാശ അകത്തുള്ളവർ ആ കരമനടിച്ച് ദൈവത്തിന് ആരാധന അർപ്പിക്കാം. ഉടാബാരാബ ശാന്തരാധരാധര അത്തരാധരാധിരാജലക്കൽക്കടാനയ ഉടബലബദരഗദരഗടകൽക്കരാതി. അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി. അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി. ജാതികളിൽ കിടന്നിരുന്ന നമ്മെ, ദൂരസ്ഥരായിരുന്ന നമ്മെ, ഇരുട്ടിന്റെ അധീനതയിൽ കിടന്നിരുന്ന നമ്മെ ദൈവത്തിന് മക്കളാകേണ്ടതിന് അവൻ തന്റെ പുത്രന്റെ രക്തത്താൽ അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി. അവൻ നമ്മെ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി. കൊടുത്ത വില കുഞ്ഞാട്ടിൻ്റെ രക്തം. ആമേൻ. മറുവിലയായി തീർന്നവനെ നാം അക്കരെ നാട്ടിൽ വെച്ച് കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൂത് ശ്രദ്ധിക്കുക. ജാതികളായിരുന്ന നമ്മെ, ദൂരസ്ഥരായിരുന്ന നമ്മെ, ഇരുട്ടിലായിരുന്ന നമ്മെ അവൻ വിടുവിച്ചു. ദൈവത്തിനാരാക്കി? മക്കളാക്കി. നാം ദൈവത്തിന് മക്കളാകേണ്ടതിന് അവൻ നമ്മെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദപുസ്തകത്തിൽ വേദപണ്ഡിതന്മാർ തങ്കവാക്യം എന്ന് പറയുന്നൊരു വേദഭാഗമുണ്ട്. ഏതാ വേദപുസ്തകത്തിലെ തങ്കവാക്യം? യെസ്, പറഞ്ഞേ. ആ ദൈവം അവനെ തക്കവണ്ണം, ആമേൻ, ഇത്രയധികം സ്നേഹിച്ചു. ഇവിടെ അവിടെ ഒരു പദം നിങ്ങൾ വായിച്ചോ? ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം. അടുത്ത വാക്ക് എന്താണ്? ലോകത്തെ സ്നേഹിച്ചു. മോശ പറഞ്ഞത് എന്താ? ആവർത്തനം 33:3. അതെ, അവൻ ജനത്തെ സ്നേഹിച്ചു. ഏത് ജനത്തെ? ഇസ്രായേൽ എന്ന ജാതിയായ ജനത്തെ സ്നേഹിച്ചു.
എന്നാൽ ഇവിടെ കർത്താവിന്റെ മാർവിടം ചാരിയ, ക്രൂശിനരികിലോളം എത്തിയ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി, അവൻ ജനത്തെ സ്നേഹിച്ചെന്നല്ല, ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സകല വൻകരകളിലുമുള്ളവരെ സ്നേഹിച്ചു. ഈ മണ്ണിൽ ജനിച്ചു വീണ സകല മാനവരാശിയെയും അവൻ സ്നേഹിക്കുന്നു. ഇങ്ങനെ സ്നേഹിക്കുന്ന മറ്റൊരുവനില്ല, ഈ ലോകത്തിൽ ഇല്ലവേ ഇല്ല. ലോകത്തിലുള്ള സകല മനുഷ്യരെയും, ഇന്ന് ജനിച്ചവരെയും ഇന്നലെ ജനിച്ചു മരിച്ചവരെയും ഇനി ജനിക്കുന്നവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഏകൻ നമ്മുടെ ദൈവമായ കർത്താവ് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ എല്ലാവരും സ്നേഹിപ്പാൻ ഇവിടെ മറ്റൊരു മനുഷ്യൻ എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ വലങ്കരം മുന്നോട്ട് നീട്ടിക്കൊണ്ട് നമ്മൾ പറയുന്ന ചില പ്രതിജ്ഞാ വാക്കുകളുണ്ട്. എന്താ നമ്മൾ പറയുന്നേ? ഇന്ത്യയിലുള്ള എല്ലാവരും എൻ്റെ ആമേൻ. അവിടെ നമ്മൾ ഏതിനകത്ത് ഒതുങ്ങുകയാ? ഇന്ത്യക്കകത്ത് ഒതുങ്ങുക. അന്ന് തൊട്ടടുത്തെന്ന് പറഞ്ഞവർ ഇന്ന് കണ്ടാൽ എന്ത് ചെയ്യത്തില്ല, മിണ്ടത്തില്ല. അന്ന് അരികിൽ നിന്ന ഒരുത്തൻ പാസ്റ്ററായി, മറ്റൊരുത്തൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയി. അന്ന് എൻ്റെ സഹോദരനും സഹോദരിയുമാണെന്ന് പറഞ്ഞവൻ ഇന്ന് ഈ പാസ്റ്റർ എന്ത് ചെയ്യുക, ഉപദ്രവിക്കാൻ നടക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ സാരം മനസ്സിലാക്കുക. മാനവരാശിയെ മുഴുവനും സ്നേഹിച്ച ഏകൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശു ക്രിസ്തുവാണ്. അതെ, അവൻ തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്നിട്ട് ദൈവത്തിന് മക്കളാകേണ്ടതിന് ഒരു ജാതിയല്ല തിരഞ്ഞെടുത്തത്, ലോകത്തിന്റെ എല്ലാ വൻകരകളിൽ നിന്നുള്ളവരെ അവൻ എന്ത് ചെയ്തു, വിലയ്ക്ക് വാങ്ങി അവന്റെ രക്തത്താൽ വീണ്ടെടുത്തു. ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് പ്രസംഗിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതെന്ന് എന്നോട് ചോദിച്ചാൽ, ഏറ്റവും പ്രസംഗിക്കാൻ താല്പര്യമുള്ള വിഷയം ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ: ക്രിസ്തുവിലൂടെ നൽകപ്പെട്ട വീണ്ടെടുപ്പ്. ബാക്കി എല്ലാം അതിന് താഴെ മാത്രമേ ഉള്ളൂ. യേശു സൗഖ്യമാക്കുന്ന ദൈവമാണ്, അത് പ്രസംഗിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. യേശു കർത്താവ് അനുഗ്രഹിക്കുന്ന ദൈവമാണ്, അത് പ്രസംഗിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. യേശു സമാധാനം തരുന്ന ദൈവമാണ്, അത് പ്രസംഗിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. എന്നാൽ ഇവയ്ക്കെല്ലാം മീതെ നിൽക്കുന്ന ഒരു വിഷയമാണ് അവനിലൂടെ പ്രാപിക്കുന്ന വീണ്ടെടുപ്പ്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്, മനുഷ്യൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടവൻ അവന് വീണ്ടെടുപ്പാനോ വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. ന്യായപ്രമാണം പറയുന്നു. അടുത്ത വാക്ക്, അവന്റെ വീണ്ടെടുപ്പ്, മനുഷ്യന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ്. യേശുക്രിസ്തു മുഖാന്തരം ലഭിക്കുന്ന ഏറ്റവും വിലയേറിയ കാര്യം ഞെരുക്കം മാറുന്നതല്ല, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതല്ല, രോഗസൗഖ്യം നടക്കുന്നതല്ല, ശാരീരിക ആരോഗ്യം പ്രാപിക്കുന്നതല്ല. യേശുവിലൂടെ മാനവരാശിക്ക് ലഭിക്കുന്ന ഏറ്റവും വിലയേറിയ വിടവൽ പാപത്തിൽ നിന്ന് അവന്റെ രക്തത്താൽ ലഭിക്കുന്ന വീണ്ടെടുപ്പാണ്. രക്തം ചെയ്യാം.
ഇന്ന് ദൈവമക്കൾ പ്രസംഗവേദിയിലൊക്കെ കൈയടിക്കുന്നത് ഞാൻ ധാരാളം ശ്രദ്ധിക്കാറുണ്ട്. PMG സഭകളിലും പ്രസംഗിക്കുന്ന ആളാണല്ലോ, ഞാൻ ധാരാളം ശ്രദ്ധിച്ചിട്ടുണ്ട്. വീണ്ടെടുപ്പിനെ കുറിച്ചോ നിത്യതയെക്കുറിച്ചോ വരാനിരിക്കുന്ന ഭാവി ലോകത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ അകത്തളത്തിലൊരു ആവേശമോ സന്തോഷത്തോടുള്ള കൈയടിച്ചുകൊണ്ടുള്ള ആരാധനയൊന്നും എന്ത് ചെയ്യാറില്ല, കാണാറില്ല. തലമുറയ്ക്ക് വഴിയൊരുക്കാൻ പോകുന്നു, സാമ്പത്തിക മണ്ഡലത്തിന്റെ ബന്ധനമഴിയുന്നു, പോരാട്ടം അഴിയുവാൻ പോകുന്നു. ഇത് പറയുമ്പോൾ ജനത്തിന്റെ ഇടയിൽ ആരാവാരം, ഉറക്കെ കരമടിച്ചുകൊണ്ട് അന്യഭാഷയിൽ ജനം ആരാധിക്കുന്ന കണ്ടിട്ടുണ്ട്. വീണ്ടെടുപ്പിനെ കുറിച്ച് പ്രസംഗിക്കുന്നിടത്ത് വലിയ ആരാധനകളൊന്നും കാണാറില്ല. എന്നാൽ പ്രിയരെ, ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ഓർപ്പിക്കുകയാണ്, ഈ ആയുസ്സിൽ നാം ഇവിടെ നേടിയെടുക്കുന്നതെല്ലാം സൂര്യന് കീഴെയുള്ള കാര്യമാണ്. സൂര്യന് കീഴെയുള്ള കാര്യത്തെ കണ്ടുകൊണ്ട് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ഈ ലോകത്തോട് പറഞ്ഞ്, ഹാ മായാ സകലതും നേടിയെടുക്കുന്ന സകലതും മായാ മായാ മായാ. എന്നാൽ പ്രൈസ് ദി ലോർഡ്, സൂര്യനും ഇതേ ഒന്നുണ്ട്, അത് നിത്യതയാണ്. ആ നിത്യതയിലെത്തപ്പെടാൻ നമുക്കൊരു വീണ്ടെടുപ്പ് ആവശ്യമാണ്. ആ നിത്യതയിലെത്തപ്പെടാൻ നമുക്ക് നൽകപ്പെട്ട വീണ്ടെടുപ്പ് ഓർക്കുമ്പോൾ അതോർത്താണ് നാം ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കേണ്ടത്. ഹല്ലേലൂയ. നമ്മുടെ ഭാവി ലോകത്തെ ഓർത്ത് നമ്മൾ എപ്പോഴും സ്തുതിക്കുന്നവരായിരിക്കണം. ഇവിടെ നാം വായിച്ചു, അവൻ ലോകത്തെ സ്നേഹിച്ചു, മാനവകുലത്തെ ജാതികളിൽ നിന്നും ദൂരസ്ഥരായിരുന്ന മണ്ഡലത്തിൽ നിന്നും ഇരുട്ടിൽ നിന്നും അവരെന്ത് ചെയ്തു? വിടുവിച്ചു. ദൈവത്തിന് ആരാക്കി? മക്കളാക്കി. നമ്മുടെ ഈ പട്ടണത്തിൽ, നമ്മുടെ പട്ടണത്തിൽ മാത്രമല്ല, കേരളം മൊത്തം ഇപ്പോൾ ആഘോഷിക്കുന്നൊരു ഫെസ്റ്റിവലാണ് ഈ വരും ദിവസം നടക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റും ആ ദിവസം എന്ത് കൊടുത്തിരിക്കുക? കേരളം മൊത്തം അവധി കൊടുത്തിരിക്കുക. ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ നമ്മുടെ പട്ടണത്തിൻ്റെ ഫുട്പാത്തുകളിൽ എന്ത് കിട്ടാൻ തുടങ്ങി? ഷെട്ടുകൾ കെട്ടിത്തുടങ്ങി. ഇഷ്ടികകൾ, കല്ലുകൾ കൊണ്ട് എന്ത് ചെയ്തു? ഇറക്കി. ഓരോ വ്യക്തികൾ അവരവരുടേതായ ഇടം എന്ത് ചെയ്തു? നേരത്തെ ബുക്ക് ചെയ്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. മിഥ്യാശക്തിയെ സേവിപ്പാൻ, അതിന് വണങ്ങുവാൻ. ഞാൻ ഇതൊക്കെ കണ്ട് യാത്ര ചെയ്യുമ്പോൾ, കർത്താവേ, അങ്ങേ അറിയാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണെന്ത് ചെയ്തു? കുരുടാക്കി. ജീവനുള്ള ദൈവത്തെ, സത്യദൈവത്തെ തിരിച്ചറിയാതിരിപ്പാൻ കുരുടാക്കി. ആ ലോകത്തിലല്ലേ ഞാനും നിങ്ങളും ജനിച്ചത്? കൃപയാൽ ഈ ദൈവത്തെ കാണാൻ നമ്മുടെ ഹൃദയദൃഷ്ടി ദൈവവചനത്താൽ തുറക്കപ്പെട്ടത് കൊണ്ട് നമുക്ക് ലഭിച്ച ഭാഗ്യപദവി ഓർത്ത് ആ കരമൊന്ന് ഉയർത്തി പിടിച്ച് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചു, ഇസ്രായേൽ എന്ന ജാതിയെ ദൈവത്തിന് മക്കളാക്കി. അവരെ കുറിച്ചൊരു പദം നാം വായിച്ചു പുറപ്പാട് പുസ്തകത്തിൽ 19:5. ദൈവം അവരെ ദൈവത്തിന് ഒരു പ്രത്യേക സമ്പത്താക്കി തിരഞ്ഞെടുത്തു. അല്ലേ? ആ വാക്യം ഒന്ന് വായിച്ച 5-ാം വാക്യം.
പ്രത്യേക സമ്പത്ത്. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടിയ പദവി എന്താ? മക്കൾ എന്ന പദവി. 2, നമുക്ക് കിട്ടുന്ന മറ്റൊരു പദവി, നാം ദൈവത്തിന് പ്രത്യേക സമ്പത്തെന്നാണോ? എന്താ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്? ദൈവത്തിന് പുകഴ്ചയായി തീരേണ്ടതിന്. നിങ്ങളൊന്ന് വായിക്കണം എഫെസ്യർക്ക് ലേഖനം, അതിൻ്റെ 1-ാം അധ്യായം 10 മുതൽ ഒന്ന് വായിച്ചേ. അടുത്തതാ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്ക് ആകേണ്ടതിന്. ആമേൻ. ദൈവം നമ്മെ വേർതിരിച്ച് ദൈവത്തിന് എന്താക്കിയിരിക്കുക? അവന്റെ മഹത്വത്തിന്റെ പുകഴ്ച, ദൈവത്തിന്റെ പുകഴ്ചയാക്കേണ്ടവന് ദൈവം നമ്മെ വേർതിരിച്ചിരിക്കുക. നമുക്ക് ലഭിച്ച പദവി എത്ര ശ്രേഷ്ഠമാ! പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേലിനെ കുറിച്ച് പറയുന്നു, ദൈവത്തിന് അവർ പ്രത്യേക സമ്പത്തെന്ന. എന്നാൽ പുതിയ നിയമ വിശ്വാസിയെ കുറിച്ച് സ്വർഗം പറയുകയാ, ഞാനും നീയും അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം! എത്ര ശ്രേഷ്ഠമായതാ! ഈ അനന്യാസിനോട് ശൗലിനെ കുറിച്ച് പറയുന്നു, കുഞ്ഞേ, നീ ചിന്തിക്കുന്ന ആളല്ല അവന്. ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുക. എന്തെന്നറിയാമോ? ജാതികളുടെ മധ്യേയും രാജാക്കന്മാരുടെ മധ്യേയും എൻ്റെ നാമത്തെ വഹിക്കേണ്ടതിന് ഞാൻ തെരഞ്ഞെടുത്ത മാനപാത്രമാണവൻ. സ്വതന്ത്രം ചെയ്താട്ട് ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന പദവി എത്ര ശ്രേഷ്ഠമാണ്! അവന്റെ പരിശുദ്ധ നാമത്തെ വെളിപ്പെടുത്താൻ, അവന്റെ പരിശുദ്ധ നാമത്തെ അവൻ പകർന്ന തൈലം പോലെ നമ്മെ ആക്കിയിരിക്കുന്ന പട്ടണങ്ങളിൽ, ഗ്രാമങ്ങളിൽ, ഈ ഭാരതത്തിൽ അവന്റെ സൗരഭ്യവാസനയെ അവൻ പകർന്ന തൈലം പോലെ വെളിപ്പെടുത്താൻ, അത് നിറച്ചൊഴുക്കാൻ അവൻ തെരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാണ് ഞാനും നിങ്ങളും എന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട്, പകർന്ന തൈലം പോൽ നിന്നാമം. അടുത്തത് പാരിൽ സൗരഭ്യം. ആമേൻ. ദൈവനാമത്തിൻ്റെ സൗരഭ്യം. എനിക്ക് വളരെ നിങ്ങളെ ഓർത്ത് അഭിമാനമുണ്ട്. നിങ്ങൾ വളരെ സുവിശേഷ തൽപരരായ, താല്പര്യമുള്ള ഒരു സഭയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങൾ കഴിഞ്ഞ പോയ മാസങ്ങളൊക്കെ സുവിശേഷീകരണത്തിന് കൊടുത്ത വിലയൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. ആമേൻ. ഇങ്ങനെ യേശുവിൻ്റെ ആ വലിയ നാമത്തെ പകർന്ന തൈലം പോലെ ഈ ദുഷ്ടലോകത്തിൽ വെളിപ്പെടുത്തി അനേകരെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തേണ്ടവന് തിരഞ്ഞെടുത്തിരിക്കുന്ന ശ്രേഷ്ഠമായ പാത്രങ്ങളാണ് ഈ സഭയുടെ അംഗങ്ങളെന്ന് തിരിച്ചറിയുന്നവരോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം തനിക്ക് തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയാകേണ്ടവന് ദൈവം നമ്മെ വേർതിരിച്ചിരിക്കുകയാണ്. ആമേൻ. അങ്ങനെയെങ്കിൽ വചനത്തിൽ നമ്മൾ ഒന്ന് ശോഭന ചെയ്യണം നമ്മളോട്. എന്താ ചോദിക്കണ്ടേ? ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? അവൻ്റെ നാമത്തെ ഞാൻ പുകഴ്ത്തുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇന്നു മുതൽ ആഴത്തിൽ പ്രാർത്ഥിക്കണം. ദൈവമേ,
അവിടുത്തെ പരിശുദ്ധ നാമത്തിൻ്റെ മഹത്വത്തിനായി, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി എന്നെ ഉപയോഗിക്കണമേ, അതിനെൻ്റെ വലം കൈ പിടിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ വലം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി എൻ്റെ കരം പിടിച്ച് എന്നെ ഉപയോഗിക്കണമേ എന്ന് ആ കൈകളൊന്ന് വിട്ടുകൊടുത്ത് പറ. എൻ്റെ കരങ്ങളെ പിടിച്ച് അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി എന്നെ ഉപയോഗിക്കണമേ. ഞാൻ കാണുന്നു ഉയരത്തിലെ കരം നിന്റെ കൈയെ പിടിക്കുന്നു. അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയാകേണ്ടതിന്, സുവിശേഷത്തിന്റെ വക്താവാകേണ്ടതിന്, ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി അവൻ തന്റെ കരം പിടിച്ച് എന്നെ നിന്നെ ഉപയോഗിക്കുവാൻ. ഈ ദൂതിന്റെ മുമ്പിൽ ചില പൈശാചിക ചങ്ങലകൾ അഴിയാൻ പോകുകയാ. ചില കുടുംബങ്ങളെ വരിഞ്ഞു കെട്ടിയ, ചില തലമുറകളെ വരിഞ്ഞു കെട്ടിയ പൈശാചിക വ്യാപാരത്തിന്റെ ഇരുണ്ട ചങ്ങലകൾ അഴിഞ്ഞു വെളിപ്പെടുന്നത്, അഴിഞ്ഞു മാറുന്നത് പരിശുദ്ധമ വെളിപ്പെടുത്തുകയാ. പ്രാപിക്കാം. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ധൂരാബാല ധീരാബാല ധൂരാബാല ധീരാബ ആരാബാര ധീരാബ വാരാധാര ധീരാബ ഊടാബാര ധീരാബ അംദാജാന ധീരാഗ വൈഡാമാന ധീരാഗ അർത്ഥാരച്ച ദേവാന ഓ രാജാഹാദാന അന്തൽ കടക ധീമാന വൈഡാമാന ഹർത്തകന അർച്ചകന് ചൂടവനെ വാതകനെ ആടകനെ അർത്ഥനകാര ചൂടാന വേദക്കടകം ജീതക്കടകം ജാനക്കടകം യേശുവിൻ നാമത്തിൽ അഴിയട്ടെ. കഴക്കൂട്ടം ഭാഗങ്ങളിൽ, കഴക്കൂട്ടം ടെക്നോ പാർക്ക് ഭാഗങ്ങളിൽ നിങ്ങൾ ആത്മഭാരത്തോടെ സുവിശേഷീകരണം നടത്തുന്നത് ഞാൻ കേൾക്കുമ്പോൾ സ്തോത്രം ചെയ്യാറുണ്ട്. അതിനൊരു കാരണം, ഇന്ന് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ, ജില്ലയിൽ തലമുറകളെ നശിപ്പിച്ച് ലഹരിക്കടിമയാക്കി അധാർമിക ജീവിതത്തിലേക്ക് പിശാച് നയിക്കുന്ന അവൻ്റെ പ്രവൃത്തിയുടെ അതിശക്തമായ മണ്ഡലം കഴക്കൂട്ടം ഭാഗങ്ങൾ, ടെക്നോ പാർക്ക് ഭാഗങ്ങളിലാണ്. അവിടെ നിങ്ങൾ ലഘുലേഖനങ്ങൾ വിതരണം ചെയ്യുന്നതും അവിടെ സുവിശേഷ പ്രഭാഷണങ്ങൾ അറിയിക്കുന്നതും കേൾക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. ആ ഭാഗം ഞാൻ കാണുന്നു. വചന ശുശ്രൂഷിച്ചുകൊണ്ട് കണ്ടൊരു വെളിപ്പാടാണ്. ഈ സഭയിൽ പകർന്നിരിക്കുന്ന ആത്മശക്തി നിമിത്തം ചിലരുടെ ചങ്ങലകൾ അഴിഞ്ഞു മാറും. ഓ രാമശസ്കനാംധര, നൂറുകണക്കിന് വ്യക്തികൾ വിടുവിക്കപ്പെടുന്നു. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം തുറന്നു പറയാം. നിങ്ങൾ കൊടുത്ത സുവിശേഷ ലഘുലേഖനങ്ങൾ വായിച്ചതിൽ, നിങ്ങൾ നൽകിയ പ്രഭാഷണം കേട്ടവരിൽ, വ്യക്തിപരമായി നിങ്ങൾ സുവിശേഷം കൈമാറിയവരിൽ അനേകരിൽ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം നടക്കുന്നുണ്ടാവും. ആമേൻ. നമ്മുടെ ഈ സഭയിൽ വന്നില്ല എന്നോർത്ത് നിങ്ങൾ നിരാശപ്പെടരുത്. ആമേൻ. വിവിധ ഇടങ്ങളിൽ അവർ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കും. അവർ ആത്മസ്നാനം പ്രാപിക്കും. ആമേൻ. നൂറുകണക്കിന് വ്യക്തികൾ സുവിശേഷീകരണത്തിന്റെ പ്രവർത്തനങ്ങളുടെ മുമ്പിൽ വിടുവിക്കപ്പെടും. പൈശാചിക മണ്ഡലങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടുന്നത് നിങ്ങൾ ആത്മാവിൽ കാണുന്നുവെങ്കിൽ കരമുയർത്തി സ്തോത്രം ചെയ്താണ്. ഗ്ലോറി, ഹല്ലേലൂയ. ജീസസ്. മടങ്ങി വരട്ടെ. ഇവിടെ ദൈവം നമ്മളെ ദൈവത്തിന് ആരാക്കി? മക്കളാക്കി. ദൈവം നമ്മെ സ്നേഹിച്ചിട്ട് ദൈവത്തിന് മക്കളാക്കി. രണ്ട്, ദൈവത്തിന് അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി അവൻ നമ്മെ ആക്കി വച്ചിരിക്കുന്നു. 1 പത്രോസ് 2:9 വായിച്ചോ. 2:9.
മതി. ഇവിടെ വായിച്ചു നമ്മെ രാജകീയ പുരോഹിത വർഗമാക്കി. എൻ്റെ വിഷയത്തിലേക്ക് വേഗത്തിൽ മടങ്ങി വന്ന് ഞാൻ ഇരിക്കാൻ പോവുകയാണ്. ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരുന്ന പദവി, ദൈവമക്കളെന്ന പദവി, പിന്നെ രാജകീയ പുരോഹിത വർഗമെന്ന പദവി, വിശുദ്ധ ജനമെന്ന പദവി, ഇവരത് നഷ്ടപ്പെടുത്തി. അപ്പോൾ ദൈവം, ഏകജാതിയിൽ നിന്ന് തിരഞ്ഞെടുത്ത ദൈവം ലോകത്തിൻ്റെ സകല ജാതികളിൽ നിന്നും ദൈവത്തിന് മക്കളെ തിരഞ്ഞെടുത്തു. പ്രൈസ് ഗാഡ്. ഈ ലോകത്തിലെ സകല വൻകരകളിൽ ഈ മണ്ണിൽ ജനിച്ച മാനവ കുലത്തിൽ നിന്ന് ദൈവത്തിന് മക്കളെ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. അതിനുവേണ്ടി പിതാവ് പുത്രനെ നൽകി, പുത്രൻ തൻ്റെ രക്തം നൽകി വീണ്ടെടുത്തു, വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് നമ്മെ രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ ജനവും വംശവും ആക്കി വച്ചിരിക്കുന്നു. വിശുദ്ധ വംശമാക്കി, ജനമാക്കി വച്ചിരിക്കുക. നമുക്കൊരു ദൗത്യമുണ്ട്. അതാ ഞാനിവിടെ ഓർപ്പിച്ചത്. എന്താ നമുക്കുള്ള ദൗത്യം? 22-ാം സങ്കീർത്തനം മഷിഹൈക സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാം. ആമേൻ. ഇവിടുത്തെ മീറ്റിംഗ് ടൈം 8:30 ആണോ 9 ആണോ? എത്ര? ഓക്കെ, 8:45. ഓക്കെ, ഞാൻ അതിനകത്ത് നിർത്താം. ഇവിടെ ദൈവാത്മാവ് ഓർപ്പിച്ചതാ, ഇവരെ ആക്കി വെച്ചു, ദൈവത്തിന് വേണ്ടി ഫലവത്താകാനാക്കി വെച്ചു. 22-ാം സങ്കീർത്തനത്തിൽ 2 സന്തതികളെ കുറിച്ച് പറയുന്നു. അതിൻ്റെ 23-ാം വാക്യം നിങ്ങളൊന്ന് വായിച്ചേ. ഇത് ദൃശ്യമായിരിക്കുന്ന സന്തതി. ഈ സങ്കീർത്തനം എഴുതുമ്പോൾ ഈ വായിച്ച സന്തതി ഭൂമിയിൽ ഉണ്ട്, അല്ലേ? ആ സന്തതിയെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്, ദൈവത്തെ ഭയപ്പെടുവീൻ, ദൈവത്തിന് മഹത്വം കൊടുപ്പീൻ. അടുത്തത് ആ സങ്കീർത്തനത്തിന്റെ ഒടുവിലത്തെ 2 വാക്യം, ഒരു സന്തതി അവനെ സേവിക്കും. ഇത് പറയുമ്പോൾ ഈ പറഞ്ഞ സന്തതി ഭൂമിയിൽ ഇല്ല, ഒരു സന്തതി അവനെ സേവിക്കും. അടുത്തത് വരുന്ന തലമുറയോട് യഹോവയെ കുറിച്ച് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്നവന്റെ നീതിയെ വർണ്ണിക്കും. അവൻ നിവർത്തിച്ച ദൈവിക നീതിയെ വർണ്ണിക്കുന്ന സന്തതിയാണ് ഞാനും നിങ്ങളും. അവൻ എന്തു നിവർത്തിച്ചു? നിവർത്തിച്ചതെന്ത്? അത് വായിക്കുമ്പോൾ, തിരുവെഴുത്ത് പഠിക്കുമ്പോൾ പുതിയ നിയമ അധ്യായങ്ങളിൽ നമുക്കത് കാണാൻ കഴിയുന്നു. പിതാവേ, സകലതും നിവർത്തിയായി. ക്രൂശിൽ നിവർത്തിച്ച നീതീകരണത്തെ കുറിച്ച് ആമേൻ വർണ്ണിക്കുന്ന സന്തതിയാണ് പുതിയ നിയമസഭ എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് രാത്രി ഞാൻ എൻ്റെ മെസ്സേജിൻ്റെ ഒടുവിലത്തെ ചിന്തയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ പോകുകയാണ്. ഇതാ ഇവിടെ വായിച്ച കുറിവാക്യത്തിൽ നമ്മൾ കാണുന്നു, അതെ, അവൻ ജനത്തെ സ്നേഹിക്കുന്നു. അടുത്തത്, അവൻ്റെ വിശുദ്ധന്മാരും തൃക്കൈകളിൽ ഇരിക്കുന്നു. 3-ാമത്തെ പോയിന്റ് മതി. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടു നമ്മൾ ചിന്തിച്ചു. നാം ദൈവത്തിൻ്റെ കൈകളിൽ ഇരിക്കുന്നു എന്ന് നാം ഇവിടെ വായിച്ചു. അടുത്തത്, അവർ തൃക്കാൽക്കൽ ഇരുന്ന് അവനിൽ നിന്ന് തിരുവെഴുത്തുകളെ പ്രാപിച്ചു. ദൈവം ഇതിലെ ദൈവവചനം നമ്മൾ പ്രാപിച്ചിട്ട് നമ്മൾ ആരായി തീരണം. അതാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ എൻ്റെ പ്രമേയം.
പ്രധാന ചിന്ത വിഷയം. ഒടുവിൽ ആ ഭാഗം അവതരിപ്പിച്ചിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവവചനം നാം ധ്യാനിച്ചിട്ട്, വചനത്തിൽ സന്തോഷിച്ചിട്ട് നാം ഫലമുള്ള വൃക്ഷങ്ങളായി വളരണം. എത്രാം സങ്കീർത്തനം? 1-ാം സങ്കീർത്തനം 2-ാം വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? യഹോവയുടെ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ, അടുത്തത്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കുന്നു. തൃക്കാൽക്കൽ ഇരുന്ന് തിരുവെഴുത്തുകളെ പ്രാപിച്ചിട്ട് നമ്മൾ ആരാകണം? ഈ സഭയിലെ വിശ്വാസികളോടുള്ള ദൂത. തൃക്കാൽക്കൽ ഇരുന്ന് തിരുവെഴുത്തുകളെ പ്രാപിച്ചിട്ട്, അല്ലെങ്കിൽ വചനത്തെ ധ്യാനിച്ച്, വചനം കേട്ട്, വചനത്തിൽ സന്തോഷിച്ചിട്ട് നമ്മൾ ആരാകാൻ ആഗ്രഹിക്കുന്നു? അവന് മഹത്വം കൊടുക്കുന്ന ഫലവത്തായ വൃക്ഷങ്ങളായി വളരുവാൻ ദൈവ ഈ സഭയെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ സുവിശേഷം വായിക്കേണ്ട 15-ന്റെ 8-ാം വാക്യത്തിൽ എങ്ങനെ വായിക്കുന്നു? നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. എങ്ങനെയാണ് നമുക്ക് പിതാവിനെ മഹത്വപ്പെടുത്താൻ കഴിയുന്നത്? എങ്ങനെയാണ് നാം നിമിത്തം പിതാവ് തൻ്റെ മഹത്വത്തിൽ പുകഴുന്നത്? ആമേൻ. ഞാൻ പറയാം, അവൻ്റെ വചനം കേട്ട്, അവൻ്റെ വചനത്തിൽ സന്തോഷിച്ച്, അവൻ്റെ വചനത്തെ രാപ്പകൽ ധ്യാനിച്ച്, ആ വചനത്തിൽ ബലപ്പെട്ടിട്ട് നാം അവന് ഫലവത്തായി തീരുമ്പോൾ അവൻ്റെ മഹത്വത്തിൽ അവൻ നാം നിമിത്തം പുകഴുകയാണ്. ഇങ്ങനെ നമുക്ക് അവനെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. എത്രത്തോളം നിങ്ങൾക്ക് ഈ ദൂതകത്ത് കയറിയെന്ന് എനിക്കറിയുന്നില്ല. നമ്മൾ പലപ്പോഴും വചനത്തിൽ ബലപ്പെടുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയത്തെ തൊട്ടൊരു വചനം കേൾക്കുമ്പോഴാണ്, അല്ലേ? ഞാൻ ഉദാഹരണം പറയാം. ഞാനിപ്പോൾ ഒരിടത്ത് പോയിരിക്കുക, എനിക്ക് രോഗമുണ്ട്, എനിക്ക് കടഭാരം, എനിക്ക് സാമ്പത്തിക ബാധ്യതയുണ്ട്, എൻ്റെ തലമുറയ്ക്ക് വഴി ആവശ്യമാണ്, ഇങ്ങനെ വിവിധ വിഷയങ്ങൾ എൻ്റെ മുൻപിലുണ്ട്. ഞാനതൊരു ഉദാഹരണമല്ല, യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ പ്രശ്നങ്ങളുള്ള ഞാൻ വചനം കേൾക്കുമ്പോൾ, ഒരു യോഗത്തിന് ചെന്നിരുന്ന് വചനം കേൾക്കുമ്പോൾ, ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ ടച്ച് ചെയ്തുകൊണ്ട് ഒരു വചനം കേട്ടാൽ ഞാൻ സ്തോത്രം പറയും, ഞാൻ കൈയടിക്കും, ഞാൻ ആനന്ദിക്കും. അതൊരു സ്വാഭാവിക കാര്യമാണ്, അല്ലേ? ഞാൻ മാത്രമാണോ? നിങ്ങളും അങ്ങനെയാണോ? ആണോ? ആമേൻ, സ്തോത്രം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം. എന്നാൽ എന്നെ എൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയാക്കി തീരേണ്ടതിന്, എന്നെ ഫലവത്താകേണ്ടുന്ന, ഞാൻ ഫലവത്താകേണ്ടുന്ന എന്നെ ഉണർത്തിയെടുക്കുന്ന ഒരു വചനം കേൾക്കുമ്പോൾ പലപ്പോഴും എനിക്ക് അതിൽ സന്തോഷിപ്പാൻ കഴിയാതെ പോകും. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത്, നീ കേൾക്കുന്ന വചനം, നീ പ്രാപിക്കുന്ന വചനം, നീ സന്തോഷിക്കുന്ന വചനം നിന്നെ ഫലവത്തായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ അത് ഇടയാക്കി തീർക്കണം. ഒന്ന്, അതെ, അവർ തൃക്കാൽക്കൽ ഇരുന്ന് അവനിൽ നിന്ന് തിരുവെഴുത്തുകളെ പ്രാപിക്കുന്നു. ഒന്നുകൂടെ ശ്രദ്ധിക്കാം. നമ്മൾ കേൾക്കുന്ന തിരുവെഴുത്തുകൾ നിമിത്തം നമ്മൾ ആരാകണം? ഫലവത്തായ വൃക്ഷങ്ങളാകണം. ഈ നിൽക്കുന്നത്, ഇവിടെ ഇരിക്കുന്നവരെല്ലാം സഭയാം തോട്ടത്തിൽ നട്ടിരിക്കുന്ന ആത്മീക ആണോ? ആത്മീക ഷം എന്ന് മാത്രം കേൾക്കുന്നുള്ളു. ആത്മീക വൃക്ഷങ്ങളാ. സ്തോത്രം.
അതുകൊണ്ടല്ലേ ദാവീദ് പറയുന്നത്, ഞാനോ യഹോവയുടെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെ ആയിരിക്കുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ വചനം പ്രാപിച്ച ഈ സഭയിലെ ഓരോ ദൈവകുഞ്ഞുങ്ങളും ഫലം കൊടുക്കുന്ന ആത്മീക വൃക്ഷമായി വളരണം. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു വിടുകയാണ്, വായിപ്പിക്കുന്നില്ല. കൊലോസ്യ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ജീവന്റെ വചനം പ്രമാണിച്ച്, നിങ്ങൾക്കറിയാവുന്ന വചനമാ, ജീവന്റെ വചനം പ്രമാണിച്ച് ലോകത്തിൽ നിങ്ങൾ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കണം. അപ്പോൾ ഒന്ന്, അവന്റെ കാൽക്കൽ ഇരുന്ന് അവനിൽ നിന്ന് പ്രാപിക്കുന്ന വചനം നിമിത്തം നമ്മൾ ആരാകണം? ഫലവത്തായ വൃക്ഷങ്ങളാകണം. രണ്ട്, നക്ഷത്രങ്ങളെ പോലെ എന്ത് ചെയ്യണം? ശോഭിക്കണം. ഇങ്ങനൊരു വാക്യം എൻ്റെ ഓർമ്മയിൽ വരുന്നു, എനിക്ക് എൻ്റെ ആരംഭം അറിയുന്നില്ല. നീതിമാന്മാർ ആകാശത്തിലെ, അല്ലേ, അങ്ങനെ ഒരു വാക്യം ഉണ്ടല്ലോ. യെസ്, എങ്ങനെയാ വാക്യം? ഉറക്കെന്ന് പറഞ്ഞോ. എന്നെ പോലെ തന്നെ നിങ്ങളും, അല്ലല്ല, എന്നെ പോലെ തന്നെ നിങ്ങളും. ഞാൻ വിചാരിച്ചു നിങ്ങളും മിടുക്കരാണെന്ന്. അപ്പം എന്നെ പോലെ മറതി നിങ്ങൾക്കും, എങ്കിലും നിങ്ങളത് പറഞ്ഞു. അവിടെ ഒരു പദമുണ്ട്, അല്ലേ? റെഫറൻസ് ഒന്ന് പറഞ്ഞേ. യെസ്, വായിച്ചോ. സ്തോത്രം ചെയ്താട്ട് ആ വചനത്തിന്, ആ കർത്തദാസി ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പലരെയും എന്താ? പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവാത്മാവ് പറയുന്നു, നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കണം. ഒന്ന് ഫലവും കൊടുക്കുന്ന വൃക്ഷമാകണം. വചനം കേട്ട്, വചനം പ്രമാണിച്ച്, വചനത്തിൽ ബലപ്പെട്ടുകൊണ്ട്, വചനത്തിൽ സന്തോഷിച്ചുകൊണ്ട്. രണ്ട്, ജീവന്റെ വചനം പ്രമാണിച്ച് ലോകത്തിൽ ജ്യോതിഷുകളെ പോലെ, നക്ഷത്രങ്ങളെ പോലെ എന്ത് ചെയ്യണം? പ്രകാശിക്കണം. അനേകരെ നീതിയിലേക്ക് നടത്തുന്ന ഈ രാത്രി ഈ ദൂതേറ്റെടുക്കണം. കർത്താവേ, എന്നെ നട്ടിരിക്കുന്ന സഭയാം തോട്ടത്തിൽ ഞാൻ ഫലവത്തായ ഒരു വൃക്ഷമായി നിൽക്കേണ്ടവന് തിരുവെഴുത്ത് എന്നെ അനുഗ്രഹിക്കണം. കർത്താവേ, അനേകരെ നീതിയിലേക്ക് നടത്തുന്ന നക്ഷത്രമായി ശോഭിക്കേണ്ടവന് തിരുവെഴുത്ത് എന്നെ അനുഗ്രഹിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ആ കരമടിച്ചെന്ന ദൈവത്തിന് ഇന്ന് രാത്രി മഹത്വം കൊടുക്കാം. ഓ റബ ഖല ഖതലബസി ദിര ഖതലബ ഖതലബസി ദിരബ ഖതലബ ശകലബ ഉഡരബ ഖതല ഖതലബസിയാന റുമ ഖല ശര ഖരബസിയാന. വാക്കുകൾക്ക് ഞാൻ വിരാമമിടാം. ഒരു പോയിന്റ് പറഞ്ഞ് നിർത്താൻ പോകുകയാണ്. ഒന്ന്, തിരുവെഴുത്ത് പ്രാപിച്ചിട്ട് ഫലവത്താകണം. രണ്ട്, തിരുവെഴുത്ത് പ്രാപിച്ചിട്ട് നക്ഷത്രങ്ങളെ പോലെ. മൂന്നാമത്തെ പോയിന്റ്, അസാധ്യമെന്ന് നിനക്ക് തോന്നുന്ന മണ്ഡലത്തിൽ, കഴിവില്ലെന്ന് പറയുന്ന സ്ഥാനത്ത് നിന്നെ പ്രാപ്തനാക്കാൻ വചനത്തിന് കഴിയും. രമ്യ പറയുന്നു, എനിക്ക് സംസാരിപ്പാൻ കഴിയില്ല, ഞാൻ ബാലനല്ലോ. നീ ബാലൻ എന്ന് പറയുന്നത് എന്താ? ഇതാ, ഞാൻ എൻ്റെ വചനം നിന്റെ നാവിൽ തരുന്നു. ഇടിപ്പാൻ, പൊളിപ്പാൻ, നശിപ്പിപ്പാൻ, നിർമൂലമാക്കുവാൻ, നടുവാൻ, പണിയുവാൻ ഞാൻ നിന്നെ ആക്കി വച്ചിരിക്കുന്നു. ഒരധികാരം ഉപയോഗിക്കുന്നത് അകത്തുള്ള വചനത്തിൻ്റെ ശക്തിയാലാണ്. ഇന്ന് രാത്രി ഈ ദൂത് ഏറ്റെടുക്കാമോ? നിനക്കെതിരെ നിൽക്കുന്നത് ഏതുമാകട്ടെ,
നിന്റെ കുടുംബത്തിനെതിരെ നിൽക്കുന്ന ഏതുമാകട്ടെ, നിന്റെ മിനിസ്ട്രിക്കെതിരെ നിൽക്കുന്നത് ഏതുമാകട്ടെ, നിന്റെ തലമുറയുടെ ഭാവിക്കെതിരെ നിൽക്കുന്നത് ഏതുമാകട്ടെ, ഇന്ന് രാത്രി അവയെ ജയിപ്പാനുള്ള ഒരു അധികാരം നിന്നിൽ വെളിപ്പെടുത്തുന്നത് നിന്റെ മേൽ ആക്കി വെക്കുന്ന ദൈവവചനത്തിന്റെ ശക്തിയാണെങ്കിൽ, ഇന്ന് രാത്രി വചനത്തിന്റെ ശക്തിയാൽ നിന്റെ അധികാരത്തെ നീ ഉപയോഗിക്കാൻ തുടങ്ങട്ടെ. വചനത്തിന്റെ ശക്തിയാൽ നിന്റെ പ്രാപ്തിയെ വെളിപ്പെടാൻ, നിന്റെ കഴിവിനപ്പുറത്ത് ദൈവിക അധികാരത്തെ, ദൈവിക ശക്തിയെ വെളിപ്പെടുത്താൻ കഴിയുന്നൊരു വചനം നിന്റെ ഉള്ളിൽ ഒരു നിമിഷം ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. പ്രിയരെ, നാം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടു. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന നാം അവൻ്റെ കൈകളിലിരിക്കുന്നു. അവൻ്റെ കൈകളിലിരിക്കുന്ന നാം തൃക്കാൽക്കരിൽ നിന്ന് അവനിൽ നിന്ന് തിരുവെഴുത്തുകളെ പ്രാപിക്കുന്നു. അവൻ്റെ കാൽക്കലിരിക്കുന്ന നമുക്ക് അവൻ വിളമ്പിത്തരുന്ന തിരുവെഴുത്ത് നമ്മെ ഫലമുള്ള വൃക്ഷങ്ങളാക്കി തീർക്കുന്നു. അവൻ്റെ കാൽക്കലിരിക്കുന്ന നമുക്ക് അവൻ വിളമ്പിത്തരുന്ന വചനങ്ങളാൽ നമ്മൾ അനേകരെ നീതിയിലേക്ക് നടത്തുന്ന അവൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിപ്പാനിടയാക്കുന്നു. അവൻ്റെ കാൽക്കലിരിക്കുന്ന നമുക്ക് അവൻ വിളമ്പിത്തരുന്ന വചനത്താൽ നമ്മുടെ മേലുള്ള അധികാരത്തെ വെളിപ്പെടാനിടയാക്കുന്നു. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകൾ അടയ്ക്കാമോ? ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച്, ആ കൈകൾ, കർത്താവേ, അവിടുന്ന് എനിക്ക് നൽകുന്ന തിരുവെഴുത്തിനാൽ ഞാൻ സഭയിൽ ഫലമുള്ളൊരു വൃക്ഷമായി വളരാൻ എന്നെ സഹായിക്കണം. കർത്താവേ, അവിടുന്ന് എനിക്ക് നൽകുന്ന തിരുവെഴുത്തുകളാൽ ഞാൻ നക്ഷത്രം പോലെ ശോഭിച്ച് അനേകരെ നീതിമാർഗത്തിലേക്ക് നടത്തുന്ന, അനേകർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന ആമേ നക്ഷത്രങ്ങളായി തീരുവാൻ എന്നെ സഹായിക്കണം. നാഥാ, അവിടെ നിന്റെ മേൽ പകരുന്ന, എനിക്ക് വിളമ്പിത്തരുന്ന തിരുവെഴുത്തുകളാൽ ഞാൻ അങ്ങയുടെ മഹത്വമുള്ള ശുശ്രൂഷയുടെ അധികാരത്തെ